സംബന്ധിക്കാനായിട്ട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു. ഞാൻ ഈ ആഴ്ചയും അപ്പം അത് കാരണം കൊണ്ട് വേറെ ദിവസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു. ഞാൻ ഈ മെസ്സേജ് കഴിഞ്ഞാൽ 4:45 ഞാൻ പോകും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പുതിയ 1-2 പേര് എൻ്റെ പ്രിയ മക്കൾ എന്ന് പറയാം. 2 പേര് ഇതിനകത്തുണ്ട്. നിങ്ങളവരെ പരിചയമുണ്ടാവില്ല. അവരിപ്പോൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചു. ഒന്ന് ജെറി ഒന്ന് എഴുന്നേറ്റ്. ജെറി മോനോട് താമസിക്കണേ. ഇന്റർനാഷണൽ സിറ്റിയിൽ താമസിക്കുന്നു. മറ്റേ സച്ചു വന്നിട്ടുണ്ടല്ലോ. നീ ഇവിടെ ഉണ്ടോ? ഓക്കെ. മോൻ ജോലി ആയോ? ആ, ഓക്കെ. ഇവർ നമ്മളുടെ അവിടെയുള്ള നമ്മുടെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന കുടുംബമായിരുന്നു. ഇപ്പം ഇവിടെ വന്ന് ബാങ്കിൽ ആണെന്ന് തോന്നുന്നു ജെറി ജോലിക്ക്. ബാങ്കിൽ. ഓക്കെ. വളരെ സന്തോഷം കാണാനായിട്ട് സാധിച്ചല്ലോ. ഇന്ന് അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് എന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. തോമസങ്ങള് പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയും പറഞ്ഞും ഒക്കെ ഏൽപ്പിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു. ഒത്തിരി സന്തോഷം. നമുക്ക് തീമോഥെയോസിന്റെ 2-ാം ലേഖനം തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വായിക്കാം. 4-ന്റെ 6-ാം വാക്യം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹവും കരുണയുമുള്ള നല്ലവനായ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങയെ പ്രസാദിപ്പിക്കാൻ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയെക്കുറിച്ച് പറയാൻ നീ അടിയന് കൃപ തരണം. വന്നിട്ടുള്ളവരെ നീ അറിയുന്നു. അവരുടെ സമർപ്പണത്തെ നീ ഇന്ന് വിലയിരുത്തണമേ. അങ്ങയോടുള്ള സ്നേഹത്തെ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഒരാത്മദാഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കണമേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും വാ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ വന്നത് എനിക്ക് നന്മയ്ക്കായി തീരണം. എന്നോടൊപ്പം നിങ്ങളും ഹൃദയപൂർവ്വം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും മുമ്പ് അനുവദനീയമായ സമയത്ത് ഞങ്ങൾ പിരിയേണ്ടവരാണ്. ഞങ്ങൾ പിരിഞ്ഞു പോകും മുമ്പ് കർത്താവേ, അങ്ങയുടെ മുഖം കണ്ട്, അങ്ങയുടെ വചനം കേട്ട്, അങ്ങയുടെ സ്പർശനം അനുഭവിച്ച്, അങ്ങയുടെ വചനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ സന്തോഷിച്ചും വെച്ച് മടങ്ങുവാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ദുഷ്ടൻ ജയിക്കരുത് കർത്താവേ. എൻ്റെ ജീവിതത്തിൽ നീ തന്നെ ജയമെടുക്കണം. അതിനായി നിന്റെ വചനം തന്ന് ഞങ്ങൾക്ക് മനക്കരുത്ത് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. തീമോഥെയോസിന് എഴുതിയ പൗലോസിന്റെ 2-ാമത്തെ ലേഖനം ഏകദേശം AD 67 പൗലോസ് ഈ ലേഖനം തീമോഥെയോസിന് എഴുതുന്നത്. റോമിലെ കാരാഗൃഹത്തിൽ നിന്നും തൻ്റെ 2-ാം തടവിൽ വളരെ ശ്രേഷ്ഠമേറിയ ആലോചനകൾ
തൻ്റെ നിര്യാണശേഷം സഭയെ നയിക്കേണ്ട ഉത്തരവാദിത്വങ്ങളെല്ലാം മനസ്സിൽ താങ്ങി പൗലോസ് എഴുതിയ ലേഖനമാണ് 1ഉം 2ഉം തീമോത്തിയോസിൻ്റെ ലേഖനങ്ങൾ. ഇതിൽ നമ്മൾ വായിച്ച 6-ാമത്തെ വാക്യം, ഞാനോ ഇപ്പോൾ തന്നെ ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട 5 യാഗങ്ങളാണുള്ളത്. നിങ്ങൾ ലേവ്യ പുസ്തകം എടുത്താൽ അറിയാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 1-3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 1-ാമത്തെ യാഗം അവിടെയാണ്, ഹോമയാഗം. ഹോമയാഗം എന്നുള്ളതിന് ഹിബ്രു വാക്ക് ഓല എന്നാണ്. 2-ാമത്തെ യാഗം നമ്മൾ കാണുന്നത് ഭോജനയാഗമാണ്. ഭോജനയാഗം എന്നുള്ളത് അതിൻ്റെ എബ്രായ പദം മിൽക്ക എന്നാണ്. 4 തരത്തിലുള്ളതായ ഭോജനയാഗമുണ്ട്. 3-ാമത്തെ യാഗം നമ്മളവിടെ കാണുന്നത് മൂന്നാമത്തെ യാഗം സമാധാനയാഗമാണ്. സമാധാനയാഗം ശലേം 3-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. 4-ാമത്തെ യാഗം പാപയാഗമാണ്. 4-1 മുതൽ 35 വരെ, ഖത്താത്ത് എന്നാണ് അതിൻ്റെ എബ്രായ പദം. 5-ാമത്തെ യാഗം എന്നത് അകൃത്യയാഗമാണ്. 5-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട യാഗങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ആ 5 യാഗങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നതാണ്. യാഗമൃഗത്തെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത്, ഊനമില്ലാത്ത യാഗമൃഗത്തെ തെരഞ്ഞെടുത്ത് അതിനെ ഒരു വെട്ടിന് അതിൻ്റെ കഴുത്ത് മുറിക്കണം, അടുത്ത വെട്ടിന് നെടുകെ പിളരണം, 3-ാമത്തെ വെട്ടിന് കുറുകെ പിളരണം. അങ്ങനെ യാഗമൃഗത്തെ 3 വെട്ടുകൊണ്ട് പിളർന്ന് അതിനകത്തുള്ള മാലിന്യ വസ്തുക്കളെല്ലാം എടുത്തു മാറ്റി കഴുകി യാഗപീഠത്തിന്മേൽ വെക്കണം. ഇതായിരുന്നു അതിൻ്റെ വ്യവസ്ഥ. യാഗപീഠം എവിടെയാണ് എന്ന് നമ്മൾക്കറിയാം. സമാഗമന കൂടാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രവേശന കവാടത്തിൽ മോശയും അഹരോനുമാണ്. ഉള്ളിലേക്ക് കയറി ചെന്നാൽ ആദ്യം നമ്മൾ കാണുന്നത്, പ്രാകാരത്തിൽ ആദ്യം കാണുന്നത് ഹോമയാഗപീഠമാണ്. ആ യാഗപീഠത്തിലാണ് യാഗമൃഗത്തെ അറുക്കുന്നത്. യാഗമൃഗത്തെ അറുത്ത് അതിൽ നിന്ന് അതിൻ്റെ തീക്കനലെടുത്ത് വിശുദ്ധ സ്ഥലത്തുള്ള ധൂപപീഠത്തിൽ കൊണ്ടുപോയിട്ട് സുഗന്ധവർഗം ചാർത്തി അവിടുന്ന് ധൂപം മേലോട്ടുയരും. ഇതാണ് യാഗത്തിൻ്റെ ഒരു ഭാഗം. എന്നാൽ ഈ യാഗപീഠത്തിന്മേൽ വയ്ക്കുന്ന സകല യാഗപീഠത്തിൻ്റെയും ചേർന്ന് പാനീയ യാഗമുണ്ട്. പാനീയ യാഗം എന്ന് പറയുന്നത് വീഞ്ഞും എണ്ണയും ഈ യാഗത്തോട് ചേർക്കും. യാഗപീഠത്തിൻ്റെ കീഴെ പാനീയങ്ങളായ എണ്ണയും വീഞ്ഞും ഒഴിക്കും. എണ്ണയും വീഞ്ഞും ഒഴിച്ചാണ് ആ യാഗങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്ക് എത്രയോ നിർണായകമാണ്, കൃത്യമാണ്, ഗംഭീരമാണ്. പൗലോസ് പറഞ്ഞത്, ഞാനോ എൻ്റെ കർത്താവിന് വേണ്ടി ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണ്. യാഗം നടക്കുന്നത് കാൽവറിയിലാണെങ്കിൽ ആ യാഗത്തിന് സപ്പോർട്ടീവായിട്ട് അതിൻ്റെ കീഴെ ഒഴിക്കപ്പെടുന്ന യാഗവസ്തുവാണ് ഞാൻ. എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ യാഗത്തോട് ഞാൻ എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുകയാണ്. തീവ്രമായ സ്നേഹത്തിൽ നിന്ന്, ആഴമായ ബന്ധത്തിൽ നിന്ന്
അതിൻ്റെ ആഴമായ സമർപ്പണത്തിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകളാണ് അത്. പൗലോസിന് അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനായിട്ടില്ല. യേശു കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ എന്തും കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള സമർപ്പണത്തോടെ വേണം അവനെ സ്നേഹിക്കാനായിട്ട്. നമ്മുടെ ജീവിതവും നമ്മുടെ സേവനവും നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആദ്യമേ സങ്കീർത്തന ധ്യാനത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാം നമ്മുടെ സൗകര്യത്തിനാണ്. അതിനപ്പുറത്തേക്ക് നമ്മെ കിട്ടില്ല. നമ്മളെ അതിന് അപ്പുറത്തേക്ക് കർത്താവിന് പോലും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, യേശു കർത്താവിന് വേണ്ടി പാനീയ യാഗമായി യാഗപീഠത്തിന്റെ കീഴെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനോട് ചേർത്ത് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ദൈവസന്നിധിയിൽ അതിനപ്പുറത്ത് പൗലോസിനൊന്നും പറയാനില്ല. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വേർതിരിച്ചു വെച്ചിരിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണോ മരിക്കുന്നതാണോ എളുപ്പം? ഒന്ന് പറയാമോ ആർക്കെങ്കിലും? കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണോ മരിക്കുന്നതാണോ എളുപ്പം? പ്രശ്നമായി. ഒരു കൂട്ടർക്ക് മരിക്കും. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് ഭാരം. കാരണം ഇവിടെ ജീവിക്കാൻ ഈ ലോകം നമ്മളെ അനുവദിക്കില്ല. ഇവിടെ ജീവിക്കാൻ എല്ലാം നമ്മൾക്കെതിരാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് വലിയ ഭാരമേറിയ കാര്യമാണ്. കാരണം ലോകം നമ്മൾക്ക് അനുകൂലമല്ല, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾക്ക് അനുകൂലമല്ല, അന്തരീക്ഷം നമ്മൾക്ക് അനുകൂലമല്ല, നമ്മൾക്ക് ഒന്നും അനുകൂലമില്ല. ആകെ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കർത്താവ് മാത്രമേ നമുക്ക് അനുകൂലമുള്ളൂ. എന്നാൽ അവന് വേണ്ടി മരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആരെങ്കിലും നമുക്ക് മരണം സമ്മാനിക്കണ്ടേ? മരണം സമ്മാനിക്കണമെങ്കിൽ നമ്മൾ ഇരിപ്പിരുന്ന നമ്മളെ ആർക്ക് വേണം? ചീത്താന് പോലും നമ്മളെ വേണ്ട. നമ്മളെ ആർക്ക് വേണം? എന്നാൽ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നമ്മൾ ശരിക്കും യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് വേണ്ടതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത ഒരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാം. അതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാ സൈത്താനങ്ങളും സാധാരണയായിട്ട് ഇളകും. അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ TV-യിൽ സൂര്യ TV-യിൽ ഒരു ദിവസം എൻ്റെ ടോപ്പിക്ക് അതായിരുന്നു. ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തൊടുപുഴയുള്ള ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ കാലമാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇരുന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോള് വന്നു കോഴിക്കോട് നിന്ന്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പേര് ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ജോസഫ് സാറിൻ്റെ കൈവെട്ടിയവരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഓർത്തോളാൻ പറഞ്ഞു എന്നോട്. എന്നോട് ചോദിച്ച ചോദ്യം, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ് രക്ഷ എന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു എന്നോട്. ദൈവമക്കളെ, എല്ലാവർക്കും അസ്വസ്ഥയുണ്ടാക്കുന്നത് ഈ കർത്താവ് വഴിയല്ലാതെ രക്ഷിക്കപ്പെടാൻ വേറെ ഒരു മാർഗം ഇല്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു പരിധി വരെ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ട് വേറെ മാർഗമുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും. സൂത്രപ്പണികൾ നടത്തുന്നവരാണ്, സൂത്രം അന്വേഷിക്കുന്നവരാണ്. ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കുരുക്കുകളിൽ നിന്ന്, ഏതെങ്കിലും ഭാരങ്ങളിൽ നിന്ന്, ഏതെങ്കിലും പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരാനായി നമ്മൾ ബുദ്ധി കൊണ്ടും നമ്മൾ പണം കൊണ്ടും നമ്മളുടെ സ്വാധീനം കൊണ്ടും മാക്സിമം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ എവിടേക്ക് വരുന്നത്? കൂട്ടായ്മയിലേക്ക് വരുന്നത്. അപ്പോഴേ നമ്മൾ കടലാസ് എടുത്ത് എന്ത് ചെയ്യുള്ളൂ? നമ്മൾ കുറിക്കുള്ളൂ, എനിക്ക് വേണ്ടിയിട്ടൊന്ന്
പ്രാർത്ഥിക്കണം. അവിടം വരെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നോക്കും. ദൈവമക്കളെ, നമ്മളുടെ കർത്താവ് ഒരു പ്രത്യേക സ്ഥലത്ത് വസിക്കുന്നവനല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ഹാളിൽ വസിക്കുന്നവനല്ല, അവൻ പള്ളിക്കകത്ത് മാത്രം വസിക്കുന്നവനല്ല. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നവനാണ്. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നവനാണ്. ആ ഹൃദയത്തിൽ ജീവിക്കുന്ന കർത്താവ് അവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ജയം നമുക്ക് സുനിശ്ചിതമാണ്. അവന് രക്ഷിപ്പാൻ കഴിയാത്ത ഒരൊറ്റ മേഖലയില്ല. സകല മേഖലകളിലും ജയം തരുന്ന വീരനായ ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമാത്രം നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിക്കുന്ന, നമ്മളോട് പറ്റി നിൽക്കുന്ന, കർത്താവിന് വേണ്ടി പൗലോസിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് എൻ്റെ രക്തം. പൗലോസ് പറഞ്ഞു, അവൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള പീഡാനുഭവങ്ങൾക്ക് വല്ല കുറവുമുണ്ടെങ്കിൽ ബാക്കി ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇങ്ങോട്ട് നോക്കിയേ, സ്തോത്രം പറഞ്ഞ എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എന്നെ നോക്കിയിരിക്കണം കേട്ടോ, എന്നെ നോക്കിയിരിക്കണേ. ഉറങ്ങാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ഇതിനകത്തുണ്ട്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആരും പ്രാർത്ഥിക്കണ്ട. ഞാൻ കഴിഞ്ഞിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ പ്രാർത്ഥിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിന് വേണ്ടി പാനീയാഗമായി ഒഴിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അവിടെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയാണ്. പൗലോസ് തന്റെ ജീവിതം കർത്താവിന് വേണ്ടി ഉരിഞ്ഞു വയ്ക്കുകയാണ്. വില കൊടുക്കണം, വിലയേറിയ രക്ഷയ്ക്ക്. ഇപ്പൊ നമ്മൾ പറയുമായിരിക്കും, രക്ഷ സൗജന്യമാണോ വിലയുള്ളതാണോ? അല്ലല്ല, രക്ഷ സൗജന്യമല്ല, രക്ഷ വിലയേറിയതാണ്. വിലയേറിയ രക്ഷ നമുക്ക് സൗജന്യമാണ്. കർത്താവ് അതിന്റെ മുഴുവൻ കോസ്റ്റും കർത്താവ് കൊടുത്തു. നമ്മുടെ ധാരണ ഇത് വളരെ ചീപ്പാണ്, ഇതിനൊരു വിലയില്ല, അതുകൊണ്ട് ഇത് ആർക്കും വേണ്ട. എന്നാൽ കർത്താവ് ആ രക്ഷ അതിന്റെ മുഴുവനും തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് എനിക്കവൻ ഫ്രീ തന്നു. എനിക്കത് ഫ്രീ തന്നു എന്ന് വിചാരിച്ചു സാധനം വിലയില്ലാത്തതല്ല. ഇപ്പൊ നിങ്ങളുടെ മകന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മോൻ വിചാരിക്കുവോ? എനിക്കറിയില്ല, ഇപ്പോഴത്തെ പിള്ളേരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഫ്രീ ആയിട്ട് അപ്പയ്ക്ക് എങ്ങാണ്ടെന്ന് കിട്ടിയതാന്ന് പറയുമോ? അപ്പ കാശ് കൊടുത്ത് ആദ്യമേ അതിൻ്റെ വില, റേറ്റൊക്കെ നോക്കും. റേറ്റ് നോക്കുമ്പോൾ ഇത്ര ദറംസിൻ്റെ ആണ്. സ്നേഹം കൂടുതലുണ്ടെങ്കിൽ ദറംസിന്റെ എണ്ണം കൂടും. സ്നേഹം കുറവാണെങ്കിൽ ദറംസിന്റെ ഘനം കുറയും. അങ്ങനെയല്ലേ? ഇവിടെ ഇങ്ങനെയല്ലേ? എങ്ങനെയാ? സ്നേഹത്തിന്റെ ഘനത്തിനനുസരിച്ച് ദറംസിന്റെ ഘനവും കൂടും. ദൈവമക്കളെ, പൗലോസ് തന്റെ ജീവിതം പാനീയയാഗമായി ഒഴിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവൻ അത്രമാത്രം യേശുവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു. അവനത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത് പ്രകടമാക്കാൻ അവൻ്റെ കയ്യിൽ വാക്കുകളില്ല. അവൻ അങ്ങനെ അത് പ്രകടമാക്കും, ഒരു നിർവാഹവുമില്ല. എന്നാൽ ദൈവമക്കളെ, അതിന് പൗലോസ് പറഞ്ഞത് അതാണ്, ഞാൻ ആ യാഗപീഠത്തിൻ്റെ കീഴെ ഒഴിക്കുന്ന എണ്ണയും വീഞ്ഞുമുണ്ടല്ലോ, ആ പാനീയ യാഗമായി കീഴെ ഒഴിക്കുന്ന ആ എണ്ണയും വീഞ്ഞും പോലെ ആ യാഗത്തിൻ്റെ പിന്നാമ്പുറം ഞാൻ എന്നെ പൂർണ്ണമായി ഒഴിച്ചു കളയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ജീവിതം ബാക്കി വയ്ക്കാനല്ല, ഈ ജീവിതം കർത്താവിനായി തീർക്കണം. ഈ ജീവിതം കർത്താവിനായി അവസാനിപ്പിക്കണം. എത്ര നേടിയാലും, എന്ത് നമ്മൾ നേടുന്നതെല്ലാം കളയും. എന്നാൽ അതെല്ലാം നഷ്ടപ്പെടും. എന്നാൽ യേശു കർത്താവിന് വേണ്ടി
കളയുന്നതെല്ലാം ആ കളയുന്നതെല്ലാം യേശു കർത്താവിൻ്റെ നാമത്തെ പ്രതി വേണ്ടെന്ന് വെക്കുന്നതെല്ലാം നേടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൻ്റെ, ഈ സമർപ്പണത്തിൻ്റെ ആഴം അവിടെയാണ്. എന്തുമാത്രം എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിന് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ, കാരണം വളരെ വിലയേറിയ രക്ഷ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക്, പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക്, പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക്, അബ്രഹാമിനും മോശയ്ക്കും ഏലിയാവിനും ലഭിക്കാതെ പോയത്, ഒരു നോക്കിന് ഗതിയില്ലാതെ കിടന്ന വെറും സാധുക്കളായ നമ്മൾക്കവൻ സൗജന്യമായി തന്നു. എന്നെ ഇതുപോലെ സ്നേഹിച്ച എൻ്റെ കർത്താവിന് ഞാൻ എന്ത് കൊടുക്കും? യേശു കർത്താവിന് എന്ത് കൊടുത്തു? ദൈവമക്കളെ, നമ്മൾ എന്തെങ്കിലും സംഭാവന കൊടുക്കുന്നതോ, ഒരു മിഷണറിയെ സ്പോൺസർ ചെയ്യുന്നതോ, അതല്ലെങ്കിൽ സാധുവിനെ സഹായിക്കുന്നതോ, അതൊന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണെന്ന് വിചാരിച്ചുകൊണ്ട് തലക്കനം കാണിക്കണ്ട. അതൊന്നുമല്ല കർത്താവിന് വേണ്ടത്. നമ്മുടെ ധർമ്മസല്ല, നമ്മുടെ രൂപയല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല. അത് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനത് കൊടുക്കുന്നത് എൻ്റെ കടപ്പാടാണ്. ഞാനത് കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഞാനത് കൊടുക്കുന്നത് എൻ്റെ കടം വീട്ടുകയാണ്. എന്നാൽ കർത്താവിന് ആവശ്യം എൻ്റെ അകത്തെ ആത്മാവിനെയാണെങ്കിൽ അതാണ് അവന് വേണ്ടത്. അത് കൊടുക്കാതെ വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ദൈവമക്കളെ, അറ്റൻഡൻസ് വെച്ചിട്ടായില്ലല്ലോ. കുറേ കഴിയുമ്പോൾ ആത്മീക ശുശ്രൂഷകൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആവർത്തിച്ച് അതുമായി നമ്മൾ അടുത്തടുത്ത് വരും തോറും ഗൗരവം കുറഞ്ഞു വരും. ആ സീരിയസ്നെസ് അങ്ങ് പോകും. സർവീസ് കൂടുമ്പോൾ അങ്ങനെയാണ്. ഓഫീസിലൊക്കെ ആദ്യം ഒരു ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ പോവും? പ്രാർത്ഥിച്ച് എല്ലാം റെഡിയായി 10 മിനിറ്റ് നേരത്തെ ഓഫീസിൽ ചെല്ലും. നമ്മൾ തീരുമാനിക്കും, ഇനി മുതൽ എനിക്ക് ഏറെക്കാലം ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയാണ്. എല്ലാ ദിവസവും ഞാൻ 5-10 മിനിറ്റ് നേരത്തെ ചെല്ലും. 5 കൊല്ലം കഴിയുമ്പോഴോ, 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ 5 മിനിറ്റ് വൈകി ചെല്ലാമെന്നുള്ളതായി അടുത്ത ചിന്ത, എങ്ങനെ 5 മിനിറ്റ് നേരത്തെ വരാമെന്നായി നമ്മുടെ ചിന്ത. നമ്മളതിനകത്ത് മെല്ലെ ഉഴപ്പാൻ തുടങ്ങും. ഈ ഉഴപ്പുന്ന പരിപാടി കർത്താവിൻ്റെ വേലയിലും ഉണ്ട്. ചിലർ ആദ്യ നാളുകളിലൊക്കെ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ആദ്യം വരും, നേരത്തെ വരും, മുന്നിൽ വന്നിരിക്കും, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. കുറേ കഴിയുമ്പോൾ മെല്ലെ എന്ത് ചെയ്യും? പിറകോട്ട് പോകും. അവസാനം ഏറ്റവും അവസാനം വരുന്ന ആളും ഏറ്റവും ആദ്യം പോകുന്ന ആളുമായി മാറും. അതൊരിക്കലും നല്ലതല്ല. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പിന്മാറ്റത്തിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണമാണ്. യേശുവിനോടുള്ള സ്നേഹമായിരിക്കണം കൂട്ടായ്മയ്ക്ക് വരുന്നതിൻ്റെ ആധാരം. പിന്നെ ഞാൻ പറഞ്ഞേ, മത്തായി സാറിനെ കാണാനോ, ബേഗുട്ടിച്ചായനെ കാണാനോ, തോമസ് അങ്കിളിനെ കാണാനായിട്ട് കൂട്ടായ്മയ്ക്ക് വരരുത്. യേശുവിനെ കാണാനായിട്ട് വരണം. ഏത് കൂട്ടായ്മയിൽ ചെന്നാലും തേജസ്സേറിയ കർത്താവിൻ്റെ മുഖം കാണാം. പ്രസംഗിക്കുന്ന പാസ്റ്റർ നോക്കണ്ട, അവനേക്കാൾ നല്ലവൻ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ നടുവിൽ. പ്രസംഗിക്കുന്നവനേക്കാൾ ഉന്നതനും ശ്രേഷ്ഠനുമായവൻ നമ്മുടെ നടുവിലുണ്ട്. അവനെ കണ്ടിട്ട് പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായ നിമിഷം. എൻ്റെ ഉള്ളിലെ വലിയ ആഗ്രഹം, ഈ വർഷം നിങ്ങളുടെ നടുവിൽ വന്ന് ഏറ്റവും ഒടുവിലായി ചെയ്യുന്ന ഈ ശുശ്രൂഷയുടെ മധ്യേ എനിക്ക് പറയാനുള്ളതും എൻ്റെ ആഗ്രഹവും, ഇന്ന് ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയം യേശു കർത്താവിനെ കണ്ടിട്ട് പോകണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. തൻ്റെ ചേർന്ന് പറഞ്ഞ് ശരിയായില്ല. ആ വാക്യം അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒന്നുകൂടി പറഞ്ഞേ.
ഞാൻ തല ഉയർത്തി നോക്കിയത് ആരൊക്കെ ചുണ്ട് അനക്കണ്ടെന്നാ. ഒന്നുകൂടി പറയാം. തൻ്റെ ആ ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം പഠിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല. ഈ വാക്യമെങ്കിലും കാണാതെ പഠിച്ചിട്ട് വേണം ക്രിസ്ത്യാനി എന്ന് ഇവിടെ എഴുതി വയ്ക്കാൻ. കാരണം ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ വാക്യമാണത്. തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം അവൻ, അത് വാക്ക് നമുക്ക് മാറ്റാം, ആ വാക്ക് നമുക്ക് മാറ്റാം. തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം അവൻ, അത് അമ്മയെന്നല്ല, അവൻ എന്നെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ കൈവിട്ട് കളയുവാൻ തക്കവണ്ണം അവൻ എന്നോട് സ്നേഹം കാണിച്ചു. സ്നേഹമുണ്ടെങ്കിലേ കൊടുക്കൂ. സ്നേഹമുണ്ടെങ്കിൽ കൊടുക്കും. വാങ്ങുമ്പോഴാണോ കൊടുക്കുമ്പോഴാണോ സ്നേഹം പ്രകടമാകുന്നത്? ഇങ്ങോട്ട് വാങ്ങുമ്പോഴാണോ കൊടുക്കുമ്പോഴാണോ സ്നേഹം പ്രകടമാകുന്നത്? കൊടുക്കുമ്പോഴാണോ? ശരിക്കും അതെ. അപ്പോ കർത്താവ് തന്റെ ഏകജാതനായ പുത്രനെ, പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ എന്നോടുള്ള സ്നേഹത്താൽ അവനെ എനിക്ക് വേണ്ടി തന്നു. ഞാനൊരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉത്തരം നിങ്ങൾ പറയണ്ട. ഇത്രയും കാലമായിട്ട് എന്ത് കൊടുത്തു? ഇപ്പം ചിലർ പറയായിരിക്കും വടക്കേ ഇന്ത്യയിലെ 4 മിഷണറിമാരെ ഞാൻ സ്പോൺസർ ചെയ്യേണ്ടെന്ന്. അത് നീ അങ്ങോട്ട് പോകാത്ത കാരണല്ലേ. വടക്കേ ഇന്ത്യക്ക് പോകാണ്ട് ഗൾഫിട്ട് പോകുന്നത് കൊണ്ട് ആ കടം വീട്ടണതല്ലേ. എന്നാ കൊടുത്തു? കാശല്ല കൊടുക്കേണ്ടത്. കർത്താവേ, ഇനി ഇതേ ബാക്കിയുള്ളൂ, ഇനി എനിക്ക് ഇതേ ബാക്കിയുള്ളൂ. ഈ ബാക്കിയുള്ള ജീവിതം ഞാൻ അങ്ങേക്കായി സേവ് ചെയ്യുന്നു. അത് നിനക്ക് വേണ്ടി ഒരു പാനീയയാഗമായി ഒഴിക്കപ്പെടേണ്ടി വന്നാൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവമക്കളെ, ഭാരതത്തിൽ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ കർത്താവിൻ്റെ വേല നിങ്ങൾ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അത് ഭയങ്കര ഭാരങ്ങൾ അതിനകത്തുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്തും സംഭവിക്കാം. പക്ഷേ കാൽ വെച്ചിറങ്ങിയാൽ സഹായിക്കുന്ന ഒരു വലിയവനായ കർത്താവുണ്ട്. ഞാൻ പഞ്ചാബിൽ വേല തുടങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. വർഷങ്ങളായി ഭയങ്കര ആഗ്രഹമാണ്. എന്നും ഇന്ത്യയുടെ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തൂക്കിയിട്ടിട്ട് ഞാൻ രാത്രിയിൽ നിന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് പൊളിറ്റിക്കൽ മാപ്പിൻ്റെ 2 സൈഡിലും കൈവച്ചിട്ട് ഞാനിങ്ങനെ ഉമ്മ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, കർത്താവേ എന്നെ അയക്കണോട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ പഞ്ചാബിൽ നിന്ന് എന്നെ ഒരു പാസ്റ്റർ വിളിച്ചു, സൂര്യ ടി വിയിലെ പ്രസംഗം കണ്ടിട്ട്. അന്നും മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണൊന്നും സൗകര്യത്തിനില്ല, ലെറ്ററാണ്. എഴുത്തയച്ചു എനിക്ക്. സാറ് പാസ്റ്റർ വന്നം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. അദ്ദേഹം അഡ്രസ്സെല്ലാം തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ലുധിയാന ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ഈ അഡ്രസ്സിൽ വരാം, അവിടെ കാണൂലോ ഇല്ലെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പോരെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പോണതാ പഞ്ചാബിന്, എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ ആ ലെറ്റർ മടക്കി അഡ്രസ്സും പോക്കറ്റിൽ വെച്ച് ഞാൻ ലുധിയാന ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ച് ഈ അഡ്രസ്സിൽ ചെന്നു. അഡ്രസ്സിൽ ചെല്ലുമ്പോൾ ആ ഭാഗ്യം കൊണ്ട് ആ വീട് പൂട്ടിയിട്ടിരിക്കുക. പാസ്റ്റർ നാട്ടിൽ പോയി. എങ്ങനെയുണ്ട്? ഇനി എന്നെ ചെയ്യണേ? എങ്ങോടെ പോണേ?
ആരോടാ പറയണേ? വീട്ടിലേക്ക് പറഞ്ഞാൽ പിന്നെ എന്നെ വീട്ടിൽ നിന്ന് വിടൂല. എന്ത് ചെയ്യും? ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ, ലുധിയാന ബസ് സ്റ്റാൻഡിൽ ഒരു 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 ഇരിപ്പിടത്തിൽ പോയി ഇരുന്നിട്ട് ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ ഈ സൈസാറിരിക്കുമ്പോൾ ഇരുന്നു, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച്. ഇനി എന്നെ ഒരു മാർഗം. അങ്ങനെ ഇരിക്കും. പൊളിറ്റിക്കൽ പഞ്ചാബിൻ്റെ മാപ്പ് വിറ്റ് ഒരാൾ അതിൽ വന്നു. ഞാൻ 5 രൂപ കൊടുത്തൊരു മാപ്പ് വാങ്ങിച്ചു. അത് ഞാൻ വാങ്ങിച്ചിട്ട് നോക്കി, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എന്നെ നീ അയക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ രാംപൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്ക് പോണ വണ്ടി കണ്ടു. ഒരു ചുമന്ന ബസ്. ഞാൻ അതിൽ കയറി. അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുത്തു. ഞാൻ അവിടെ ചെന്നിറങ്ങി. ആദ്യം കണ്ട സൈക്കിൾ റിക്ഷയിൽ പ്രാർത്ഥിച്ച് കയറി. അവനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വില്ലേജിൽ എന്നെ കൊണ്ടുവിടാൻ പറഞ്ഞു. അവൻ എന്നെ കൊണ്ടുപോയി കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടി ഏറ്റവും ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്ന് വിട്ടു. അവിടെ ചെന്നു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഒരു ആൾത്തറയുടെ അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. കർത്താവേ, നീ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, 4ാമത് കാണുന്ന ആളോട് സുവിശേഷം പറയാൻ തീരുമാനിച്ചു. ഞാൻ മുമ്പോട്ട് നടന്നു. 4ാമത്തെ ആൾ റോഡ് സൈഡിലിരുന്ന് മരപ്പണിയാണ്. അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് കീഴോട്ട് തളർന്നുപോയ ഒരു സിഖുകാരനാണ്. ബൽദേവ് സിംഗ് എന്നാണ് അവൻ്റെ പേര്. അവൻ എനിക്കൊരു തടി കഷ്ണം വലിച്ചിട്ട് തന്നു. ഞാൻ അതിലിരുന്ന് അവനോട് എൻ്റെ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ അപ്പനും എൻ്റെ പിതാവിനും കാലില്ലായിരുന്നു, അപ്പച്ചനൊക്കെ നടന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ആ മനുഷ്യനോട് പറഞ്ഞു. പുള്ളി ഉള്ളിയും കൊട്ടോടിക്കും അവിടെ വെച്ചു. ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഗുഡ് ന്യൂസ് എന്നോട് പറഞ്ഞു. പണ്ട് ഇവിടെ ഒരു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എവിടെയാണെന്ന് ചോദിക്കും. ഈ വളവങ്ങ് തിരിഞ്ഞാൽ 2ാമത്തെ വീടാന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇപ്പം നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ ശരീരം രോമാഞ്ചങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാനൊരു കൊച്ചിനെ കൂട്ടി വിടാമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ഒരു വലിയ ഇരുമ്പ് വാതിൽ തുറന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആ മുറിക്കെത്തി വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ പുറം കവറിൽ കാണുന്ന ആ ഫോട്ടോ, കസേരയിലിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. ഇത് ഞങ്ങളുടെ വല്യച്ഛനാണ്. വല്യച്ഛൻ വിവാഹം കഴിച്ചിരുന്നില്ല, അദ്ദേഹം ഒരു സുവിശേഷകനാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ നിങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യപ്രകാരം ഞാൻ അറിഞ്ഞിവിടെ വന്നതാണ്. വേഗം ഞാൻ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. വേഗം പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവന്നു. അവർ രണ്ടുപേരും വന്ന് സംസാരിച്ച് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അതിനുശേഷം അവരെന്നോട് പറഞ്ഞു, എനിക്കൊരു പഞ്ചാബി ബൈബിൾ തരാമെന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പാസ്റ്റർ വീട്ടിൽ പോയത് നന്നായി എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് അവിടെ വരാൻ പറ്റില്ല. പാസ്റ്റർ കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ പോകേണ്ടി വന്നേനെ. അങ്ങനെ പഞ്ചാബിലെ വർക്ക് ആദ്യമായി തുടങ്ങിയത് രാംപൂരിൽ ഈ സാധു സുന്ദർ സിംഗിൻ്റെ ഗ്രാമത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയുക ദൈവമക്കളെ, കർത്താവ് നമ്മളെ നടത്താൻ നോക്കിയാലുണ്ടല്ലോ, അവൻ നമുക്ക് വേണ്ടി എല്ലാം, അത് പറയുമ്പോൾ അത് എൻ്റെ വാക്കിന് ശക്തി പോരാ, എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു യേശു അപ്പൻ എനിക്കുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടെല്ലാം തരും. നമ്മൾ ഇപ്പോഴും പിടിച്ചു പറിക്കുന്നവരാണ്. ജോലി വേണം, കാശ് വേണം, മോന് വിസ വേണം, ടിക്കറ്റ് വേണം, പിന്നെ കമ്പനി ശരിയാവണം, ട്രാൻസ്ഫർ വേണം, നാട്ടിൽ ശരിയാവണം. നമുക്കിതെല്ലാം ഇങ്ങോട്ട് താന്ന്. ഇനി മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? ഇങ്ങോട്ട് താ. കർത്താവേ, നീ എനിക്കൊന്നും തരണ്ട, എനിക്കൊന്നും തരണ്ട. നീ തരാനുള്ളത് മുഴുവനും എനിക്ക് തന്നു. ഇനി ഈ ബാക്കിയുള്ള എൻ്റെ കൊച്ചു ജീവിതം ഞാൻ നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഈ കൊച്ചു ജീവിതം ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണം കൊടുക്കലാണെങ്കിൽ, എന്നെ സ്നേഹിച്ച കർത്താവിന് വേണ്ടി ഞാൻ എന്ത് കൊടുത്തു, എനിക്കെന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? ഇന്ന് വരെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നമുക്ക് 2 മക്കളുണ്ട്. ഒരു കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാടിന് പോരുമ്പോൾ ഒരു പാസ്റ്ററോട് കൂടിയാണ് ഞങ്ങൾ ഒരു സീറ്റിൽ ഞങ്ങൾ 2 പേരും ഇരുന്ന് പോവുക. ഞാൻ ആ മനുഷ്യനോട്, അദ്ദേഹം എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ വളരെ സന്തോഷമായി സംസാരിച്ചു വന്നു. അപ്പം അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ട്. 3 ആൺമക്കളെയും, ഒരു മോൻ എൻജിനീയറിങ്ങിന് പഠിക്കണു, ഒരു മോൻ സിവിൽ എൻജിനീയറിങ്ങിന് പഠിക്കണു, അടുത്ത മോൻ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിന് പഠിക്കുന്നു.
വളരെ സവിസ്തരമായ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചേ, അപ്പോൾ ഈ പാസ്റ്റർഷിപ്പിന് ഇവരാരും പഠിക്കണില്ല പാസ്റ്റർ എന്ന് ചോദിച്ചു. ബൈബിൾ കോളേജിൽ ആരെയും വിട്ടില്ല എന്ന് ചോദിച്ചു. പാസ്റ്റർ ആയൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാവൂ, ഇനി എൻ്റെ പിള്ളേരെയും കൂടി വിട്ടത് തലപ്പിക്കാൻ ഞാൻ ആളല്ല. പച്ചൻ എന്നോട് പറഞ്ഞു. പണ്ട് കാലത്തുണ്ടായിരുന്നു ഏകാദേശി പരദേശി ഏകം മുട്ടിയാൽ ഉപദേശി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പാട്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള പാട്ട്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് മുട്ടുമ്പോഴാണ് ഉപദേശിയായി മാറണമെന്ന്. അല്ലല്ല, കർത്താവിന് വേണ്ടി വില കൊടുത്ത് നിന്നാൽ നിന്നെയും നിന്റെ മക്കളെയും രാജാവിനെ പോലെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദ ലോർഡ്. കരമുയർത്തി സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ, ദൈവം തന്നിട്ടുള്ള മക്കളിൽ അനേകർ വിവാഹം കഴിച്ച് മക്കളില്ലാത്തവരായി നടക്കുമ്പോ ചോദിക്കാതെ കിട്ടി രണ്ടും മൂന്നും ഒരു തലമുറ ഇതെടുത്ത് ചുമന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ കൊതിക്കുന്ന പപ്പയായാൽ നമ്മുടെ കുടുംബത്തിനൊരു പക്ഷേ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരില്ല. നമ്മുടെ മക്കളാൽ മക്കളെ വെട്ടിപ്പിടിച്ച് ദൈവസന്നിധിയിൽ പ്രഗത്ഭരായ വേലക്കാരായി നിൽക്കും. മറ്റുള്ളവരുടെ പ്രസംഗം കേട്ട് ഹല്ലേലൂയ പറയുന്നതിന് എന്താ ചെലവുള്ളേ? വിലയേറിയത് കൊടുക്കണം, വിലപ്പെട്ടത് കൊടുക്കണം. ജീവൻ തന്ന കർത്താവിന് ജീവൻ കൊടുക്കണം. രക്തം തന്ന കർത്താവിന് രക്തം തിരിച്ചു കൊടുക്കണം. യേശുവിനായി ജീവിതം വിട്ടുകൊടുക്കണം. കർത്താവേ, ഒരു പാനീയാഗമായി ഒഴിക്കപ്പെടാൻ ഇനി എൻ്റെ മുൻപിൽ എങ്ങനെ എന്നറിയില്ല. ഒരു മരണം നമ്മുടെ മുൻപിൽ വന്നാൽ ഞാൻ കടന്നു പോകാത്ത ദുഃഖത്തിൻ്റെ വഴികളില്ല. ഏറ്റവും ഒടുവിൽ അനുഭവിച്ച രണ്ട് ദുഃഖമാണ്. ഒന്ന് ഊരുവിലക്കിൻ്റെ എന്നെ സഭയിൽ നിന്നും മുടക്കി മാറ്റിയ സമയത്ത് ഞങ്ങളുടെ ഏറിയ മുഴുവനും ജാക്കബൈറ്റ് ചർച്ചിൻ്റെ ബെൽറ്റാണ്. എന്നെ സഭയിൽ നിന്ന് മാറ്റി. ആരും എന്നെ വിളിക്കില്ല. എനിക്കാരുടെയും വീട്ടിൽ കയറിപ്പോകാൻ പറ്റില്ല. കല്യാണം വിളിക്കില്ല. ഒരു ഫംഗ്ഷനും എന്നെ ആരും അറിയിക്കുക പോലുമില്ല. ആയിരങ്ങൾ വന്ന് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് വചനം കേട്ടുകൊണ്ട് പോയ കാലമായിരുന്നു. വളരെ പെട്ടെന്നത് സംഭവിച്ചു. ഞാൻ ഒത്തിരി കരഞ്ഞു. രാത്രി 5 മണിക്ക് എഴുന്നേറ്റ് നിലവിളിക്കും. ദൈവമക്കളെ, എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു. നഷ്ടപ്പെട്ട ബന്ധങ്ങളെല്ലാം എനിക്ക് എൻ്റെ ദൈവം മടക്കി തന്നു. എൻ്റെ ജീവിതത്തെ ദൈവം തിരിച്ചു തന്നു. പക്ഷെ എന്നെ കർത്താവ് പഠിപ്പിച്ചു, ഊരുവിലക്കിൻ്റെ വേദന പഠിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മിഷൻ ഫീൽഡിൽ നിന്ന് 2 കുടുംബത്തെ ഊരുവിലക്ക് നടത്തി ഇറക്കി വിട്ടു. എനിക്ക് ആ മക്കളെ ആശ്വസിപ്പിക്കാനായി എൻ്റെ ദൈവം എനിക്ക് ട്രെയിനിങ് തരികയായിരുന്നു. ഞാൻ ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ കാര്യം മിഷൻ ഏറ്റെടുത്തു. നിങ്ങൾ വിഷമിക്കരുത്. ഒരു വിശ്വാസിയുടെ വീട്ടിൽ ആ പെൺപിള്ളേരെ വളർത്തുകയാണ്. നമ്മളെ ചെലവിന് കൊടുക്കണേ. അപ്പോൾ അവർക്ക് നമ്മളൊരു വീട് വെച്ച് കൊടുക്കണേ. വേറൊരുത്തിന് കുടുംബമായിട്ട് ഗ്രാമത്തിൽ നിന്ന് അപ്പനും അമ്മയും തല്ലി ഇറക്കി നമ്മൾ റോഡ് സൈഡിൽ ചെറിയൊരു വീട് വെച്ച് കിടക്കുക. ഗ്രാമസഭ കൂടിയിട്ട് അവരോട് 3 വട്ടം കൂടിയിട്ട് ചോദിച്ചു, യേശുവിനെ ഉപേക്ഷിക്കാതെ ഇനി ഗ്രാമത്തിൽ കാൽ കുത്താൻ പറ്റില്ല. അവർ പറഞ്ഞു, എനിക്ക് സൗഖ്യം തന്ന, എനിക്ക് സമാധാനം തന്ന ഈ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കൊടുത്തുപോയി. ഇനി ഞാനിതാർക്കും മാറ്റി പറയില്ല. അവർ നിൽക്കുന്ന നിൽപ്പ്, അവരുടെ സമർപ്പണം, കുഞ്ചിക്ക് പിടിച്ച് വളച്ച് നിർത്തി ഇടിച്ചു നമ്മുടെ ഒരു മിഷണറിയെ. അവൻ്റെ ഓട്ടോറിക്ഷ തല്ലിപ്പൊളിച്ചു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, രാംഫാൽ, ഇനി എന്താണ് നിൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. എന്നെ സാറേ, എന്ത് ചെയ്താലും അപ്പോഴേക്കും ഗ്രാമവാസികൾ ഓടി വന്ന് എന്നെ രക്ഷിച്ചല്ലോ സാറേ. അതുകൊണ്ട് എനിക്കിപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഇനിയും അവൻ്റെ വേല ചെയ്യുക തന്നെ ചെയ്യും, എൻ്റെ മരണം വരെ. കർത്താവിന് വേണ്ടി ജീവനെങ്കിൽ ജീവൻ വെച്ച് യേശുവിന് വേണ്ടി നിൽക്കാൻ ഇന്ന് രാത്രി നമ്മുടെ സ്നേഹത്തെ കർത്താവ്
അളന്നു നോക്കിയാൽ എത്രത്തോളം ഉണ്ടെന്ന് സ്വയം പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ബർയോനാ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നെഞ്ചോട് ഒതുക്കി പിടിച്ചിട്ട് നിൽക്കണം. യേശു കർത്താവ് നമ്മുടെ മുൻപിൽ ഒരു ചോദ്യവുമായി കടന്നു വന്നിരിക്കുകയാണ്. എനിക്ക് തരാൻ എന്തുണ്ട് മോനെ? കണ്ണുകളെ ചേർത്തടച്ചിട്ട് ഈ ചോദ്യത്തിനൊരു മറുപടി കൊടുക്കാൻ ഉത്സാഹിക്കാമോ? ഞാൻ എൻ്റെ ജീവനാണ് നിന്റെ ഹൃദയത്തിൽ പായുന്നത്. എൻ്റെ രക്തമാണ് നിത്യജീവന്റെ വിലയായി ഞാൻ കൊടുത്തത്. വിലയേറിയ രക്ഷ എനിക്ക് ഫ്രീയായി നീ തന്നല്ലോ. സ്തോത്രം, സ്തോത്രം. മനസ്സിലാക്കുന്നവർ സ്തുതിച്ചുകൊണ്ട് നിൽക്കണം. വിലയേറിയ രക്ഷ എനിക്ക് സൗജന്യമായി നീ തന്നല്ലോ. ഞാനല്ലല്ലോ നിന്നെ ആദ്യം സ്നേഹിച്ചത്. ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ അങ്ങ് സ്നേഹിച്ചു. ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നപ്പോൾ നിനക്ക് എന്നോട് ഇഷ്ടം തോന്നി. നാട്ടിലുള്ള പലർക്കും ഇഷ്ടമല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ നാട്ടിലേക്ക് പോന്നത്. ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു കുപ്പൂസ് കഴിക്കാൻ നിവൃത്തിയില്ലാതെ താരാപ്പാര നടന്ന കാലങ്ങൾ ഓർമ്മയില്ലേ? ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതെൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം അവനെ സ്തുതിക്കാം. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതെൻ്റെ യേശു എനിക്ക് തന്നതാണ്. എൻ്റെ കൂടെ ഒന്ന് പറയാമോ? ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതെനിക്ക് എൻ്റെ യേശു തന്നതാണ്. ജീവൻ തന്നത് പോരാഞ്ഞിട്ട്, രക്തം തന്നത് പോരാഞ്ഞിട്ട്, ആത്മാവിനെ തന്നത് പോരാഞ്ഞിട്ട്, എൻ്റെ ആവശ്യം അറിഞ്ഞെനിക്ക് തന്ന് എന്നെ നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിന്റെ മുൻപിൽ ഞാൻ തലകുനിക്കുന്നു. നമ്മൾ തമ്മിൽ ഇനി എന്ന് കാണുമെന്ന് അറിയില്ലല്ലോ. ഞാനങ്ങ് മരിച്ചു പോയാലും നമ്മളെല്ലാവരും നിത്യതയിൽ കാണണം കേട്ടോ. ഈ ജീവിതം എവിടെ വെച്ച് ഒടുങ്ങിപ്പോയാലും അകത്തെ ആത്മാവ് പറന്ന് പോകണം കേട്ടോ. കർത്താവേ, ഇനി ബാക്കിയുള്ള ജീവിതം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഒന്ന് പറഞ്ഞാട്ടെ കർത്താവിനോട്, ഇനി ഇതേ ബാക്കിയുള്ളൂ. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അപ്പയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, വീടിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി എല്ലാം ഉരിഞ്ഞു കളഞ്ഞതിന്റെ ബാക്കി ഇതേ ഉള്ളൂ. ഉള്ളത് ഞാൻ ഏൽപ്പിക്കുന്നു, ഉള്ളത് ഞാൻ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ബാക്കിയുള്ള എൻ്റെ ജീവിതം ഒരു പാനീയയാഗമായി ഒഴിക്കപ്പെടേണ്ടി വന്നാൽ എന്ത് വില കൊടുക്കാനും വിലയേറിയ രക്തം തന്ന് വീണ്ടെടുത്ത നിനക്ക് എൻ്റെ കയ്യിലുള്ളത് എന്ത് തന്നാലും ഒപ്പത്തിനൊപ്പമാകില്ല. ഈ ജീവിതം ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. പറ കൂടെ പുറപ്പേ, ഒരു വാക്ക് പറഞ്ഞേച്ചു പോ, ഒരു വാക്ക് പറഞ്ഞിട്ട് പോ. അടുത്ത ഞായറാഴ്ച വരാൻ പറ്റിയില്ലെങ്കിലോ
ഒരു വാക്ക് പറഞ്ഞിട്ടിട്ട് പോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതം നിനക്കുള്ളതാണ്, ഞാൻ നിനക്ക് തരികയാണ്. ഞാൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. സ്നേഹവാനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവരെ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. നിൻ്റെ വേലയ്ക്ക് വേണ്ടി വില കൊടുത്ത് നിൽപ്പാൻ, ബാക്കിയുള്ള ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി പൂർണ്ണമായി അർപ്പിക്കാൻ ഇതാ ഞാൻ കർത്താവെ സമർപ്പിച്ച പ്രിയ ദൈവമക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചും വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. പ്രിയ ബേബിച്ചായനെ തോമസ് അങ്കിളിനേക്ക് ഓർത്ത് പ്രാർത്ഥിക്കും. വാർദ്ധക്യത്തിലും ദീർഘമായി യാത്ര പോയിരിക്കുന്ന എൻ്റെ മകനെ കാത്തുകൊള്ളണമേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ പാദപീഠത്തിൽ സവിനയം സമർപ്പിക്കുന്നു. നീ കൃപയാകണം, അനുഗ്രഹിക്കണം. ഞങ്ങൾ പിരിയട്ടെ, നീ പിരിയാത്തവനായി കൂടെ ഇരിക്കണമേ. അടിയനെ നീ ഉപയോഗിക്കണമേ കർത്താവേ. ഒരാശയുള്ളൂ, ഇനി വന്നാലും വന്നില്ലെങ്കിലും ഇന്ന് ഈ വചനം കേട്ട ആരും നഷ്ടപ്പെടരുതേ. നിത്യതയിൽ കാണാൻ ഒരു ഭാഗ്യം അടിയന് തരണമേ. യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുകയാണ്. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. എനിക്ക് തന്ന മുഴുവൻ സ്നേഹത്തിനും ആദരവിനും വേലയ്ക്കുള്ള പരിഗണനയ്ക്കും എല്ലാം ഒത്തിരി നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണം. ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോൾ മെല്ലെ ഞാൻ സമയമാകുമ്പോൾ താഴത്തെ പിള്ളേർ വരുമ്പോൾ വിളിക്കും, ഞാൻ പോകും. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ നമുക്ക് ഇടയായല്ലോ. ഹല്ലേലൂയ. ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമുക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കേൾപ്പിച്ച വചനം ഹല്ലേലൂയ വളരെ ശക്തമായി നമ്മുടെ ഇടപെട്ട ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ശിഷ്ടായുസ് കർത്താവെ, നിന്റെ ഹിതം ജീവിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് ഹല്ലേലൂയ നമുക്കൊരു സമർപ്പണമായി തീരുവാൻ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മത്തായി സാറിനെ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്കിനി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ ജോസവരെ മുന്നോട്ട് വന്ന മധ്യസ്ഥ പ്രാർത്ഥന നേതൃത്വം നൽകും. നമുക്ക് പ്രാർത്ഥനയോടെ ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. സഹോദരങ്ങളെ, നമ്മൾ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ പിന്നെയും ഒന്നിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം പിന്നെയും നമുക്കൊരു കർത്താവ് ദിവസം കൂടെ നമുക്ക് ഒരുക്കി തന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേരണയായി സ്തോത്രം ചെയ്യാം. അനേക വർഷങ്ങളായി ഈ ദേശത്ത് ഇങ്ങനൊരു കൂട്ടായ്മ നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കാലാകാലങ്ങളായി ഇതിന് നേതൃത്വം കൊടുത്തവരെയും കൊടുക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷാൽ ബേകുടിച്ചാൻ ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്നല്ലോ, ശാരീരികമായ അല്പമായ ബലഹീനതകളും ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ട്. എന്നാൽ ബലം ക്ഷയിക്കുമ്പം താങ്ങുന്ന കർത്താവ് ജീവിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സഹോദരങ്ങളെ, അനേകർ വേദനയിലും രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒക്കെ ആയിരിക്കുമ്പം ദൈവം നമ്മളെ ക്ഷേമത്തോടും സൗഖ്യത്തോടും ഓരോ ദിവസവും നടത്തുന്നതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. രോഗിക്ക് വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും നമ്മുടെ ദൈവമാണ്. നമ്മൾ സകല രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ ജസ്റ്റിൻ മോനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യവും വിടുതലും ദൈവം അയക്കട്ടെ. പീറ്റർ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. USA സജി ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ രോഗത്തിലും ദുഃഖത്തിലും ഭാരത്തിലും ആയി കഴിയുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. എല്ലാ രോഗികളെയും നമുക്ക് പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, നീ സൗഖ്യമാക്കുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ 2 മാസക്കാലം ഞങ്ങളുടെ വീട്ടിൽ കടന്നു പോയല്ലോ. എത്ര ഭദ്രമായി ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങളുടെ ബലഹീനതകളും കുറവേർക്കാതെ 3-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അനുവാദം തന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക.
അപ്പോൾ ഈ ഹോളിൽ വ്യത്യസ്ത ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരാ. എന്നാൽ എല്ലാവരുടെയും വിഷയത്തിനും മറുപടി അയക്കുന്നത് ഞങ്ങളുടെ ദൈവമാണല്ലോ. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറുപടി ഇല്ലാത്ത ഒരു വിഷയവുമില്ല. തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് നിൻ്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് തൻ്റെ ദൂതനെ അയച്ച് പിടിപ്പിക്കുന്ന കർത്താവിനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഞങ്ങൾ സിംഹത്തിന്മേലും അണലുമേലും ചവിട്ടുമ്പോൾ ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഈ കർത്താവിനെ ഉയർത്തി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഏത് മേഖലയിലായിരിക്കുന്നോ അവിടെ കർത്താവിനെ ഉയർത്തി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മയും ദൈവത്തിൻ്റെ ദാനമാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഏകരായി പാർക്കുന്നവരുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിക്കണം. ബലം ക്ഷയിക്കുമ്പം താങ്ങുന്ന കർത്താവ് ഞങ്ങളുടെ മാതാപിതാക്കളെ ബലത്തോടെ, കൃപയോടെ, ദീർഘായുസ്സോടെ ദൈവം നിർത്തിക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപജീവന മാർഗമായി വിദ്യാഭ്യാസത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് എവിടെയൊക്കെ അയച്ചിട്ടുണ്ടോ അവിടെ കർത്താവിൻ്റെ പത്രങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരുവാൻ എൻ്റെ ദൈവം ഇടയാക്കണം. നന്മയും തിന്മയും തിരിച്ചറിയുന്ന വിവേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം കൊടുക്കണമെന്ന് ഞങ്ങളിന്ന് പകലിൻ്റെ വേളയിൽ പ്രാർത്ഥിക്കുക. നീതിയുള്ള ദൈവം അത് ചെയ്താട്ട്. കർത്താവിൻ്റെ വേലയും എല്ലാ വേലസ്ഥലങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോയി കർത്താവിനെ പറ്റി പറയേണ്ട സ്ഥാനങ്ങളിൽ അപ്പോൾ കഷ്ടതയുടെയും എതിർപ്പിൻ്റെയും ഭാരത്തിൻ്റെയും അപ്പോൾ പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിൽ കർത്താവിൻ്റെ വയൽപ്രദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ ശുശ്രൂഷകളെ 30 100 മേന് ഫലം കായ്ക്കുവാൻ, അനേകരെ യേശുവിനെ അറിയുവാൻ അവർ നിമിത്തം ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ EGM മിഷനറി പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശേഷാൽ മത്തായി സാറിനായി സ്തോത്രം. അപ്പോൾ നിൻ്റെ ദാസൻ നേതൃത്വം കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിൻ്റെ ദാസന് ഈ ചില ദിവസങ്ങൾ ഈ പ്രദേശത്തായിരുന്നല്ലോ, ആയിരുന്നിടങ്ങളിലൊക്കെ കർത്താവ് സൂക്ഷിച്ചു. ദൈവമേ, ഈ ദേശത്തെ ശുശ്രൂഷകളൊക്കെ ദൈവം ഇത്രത്തോളം മാനിച്ചത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നു. അടുത്ത ദിവസങ്ങളിൽ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നല്ലോ. കർത്താവ് നിന്റെ ദാസൻ്റെ യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായി സ്തോത്രം. ദൈവമേ, അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തയോടെ ഈ ഭൂമി ജീവിപ്പാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്റെ ദാസൻ്റെ ശുശ്രൂഷയെ ദൈവമായിട്ട് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുക. 10ലും 12ാം ക്ലാസ്സും പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അപ്പോൾ പരിജ്ഞാനവും വിവേകവും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുക്കണം. ദൈവത്തോട് ചേർന്ന് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ എൻ്റെ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തെയോടെ പ്രാർത്ഥിക്കുക. വിശേഷാൽ 12ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായി അപ്പോൾ അഡ്മിഷന് എൻ്റെ സാമ്പത്തിക വിഷയമൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാം ചന്തവും ഉചിതമായി നടത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഞങ്ങളുടെ ഭാരം ഇറക്കി വെക്കുമ്പോൾ അതിന് മറുപടി അയക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവം തന്നെയാകയാൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഇന്ന് വൈകിയ വേളയിൽ ഞങ്ങളെ താല്പര്യത്തോടെ കർത്താവ് കൂട്ടി വരുത്തിയത് ഓർത്തും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഞങ്ങൾ വ്യത്യസ്ത സഭകളിലൊക്കെ ആരാധിക്കുന്നവരാണ്. ഞങ്ങളുടെ എല്ലാ സഭകളെ ഓർക്കുക. അത് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവുമായുള്ള ബന്ധത്തിൽ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമെന്ന് ഇന്ന് വൈകിയ വേളയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവത്തെ ഉയർത്തി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്കുമായി സ്തോത്രം. വളരെ പ്രാഗൽഭ്യത്തോടെ നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ നിർത്തിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഓൺലൈനിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കുമായി സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണല്ലോ അപ്പോൾ സംബന്ധിക്കുന്നത്. അവരെയും ദൈവം അനുഗ്രഹിച്ചാട്ട് വളരെ താല്പര്യത്തോടെ സമയം ചെലവഴിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ ഹോളിൻ്റെ നടുവിലായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ വ്യത്യസ്ത അനുഭവങ്ങളിലായിരിക്കുന്നവർക്കായി അവർ എല്ലാ വിഷയത്തിന് മറുപടിക്കുമായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ വിശേഷാൽ ബാബുച്ചാനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ മിഷൻ ഫീൽഡിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുക. ആയിരിക്കും സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കട്ടെ. സൗഖ്യത്തോടെ പിന്നെയും കടന്നു വരുവാൻ ദൈവം ഇടയാക്കണം. ഞങ്ങൾ രാനിച്ചാനായി സ്തോത്രം. കഴിഞ്ഞ ദിവസം നാട്ടിലൊക്കെ ആയിരുന്നല്ലോ. സൗഖ്യത്തോടെ പിന്നെയും കടന്നു വരുവാൻ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം അനുവാദം കൊടുത്തതോർത്തും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. അനുഗ്രഹിക്കപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥന, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ധ്യാനിച്ച ഞങ്ങളുടെ സഹോദരിക്കായി സ്തോത്രം. ദൈവം നിൻ്റെ പൈതലെ അപ്പച്ച അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കൊടുത്ത് ധ്യാനിപ്പാൻ ദൈവം നിൻ്റെ പൈതലിനെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം. ഞങ്ങൾ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന നല്ല ദൈവമേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസത്തിൻ്റെ വൈകിയ വേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾ സഹോദരങ്ങൾ ഒന്നിച്ച് പിന്നെയും അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, സങ്കീർത്തനം ധ്യാനിപ്പാൻ, മധ്യസ്ഥ പ്രാർത്ഥന അയപ്പാൻ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുക. ശുശ്രൂഷയുടെ ആദ്യ അവസാനം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പല കാരണങ്ങളാൽ വരാതെ പോയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കുടുംബമായി, വ്യക്തിപരമായി ദൈവം അനുഗ്രഹിക്കണം. ഓൺലൈനിൽ സംബന്ധിക്കുന്ന സഹോദരങ്ങൾക്കായി, അല്ലെങ്കിൽ ഈ ഹോളിൻ്റെ നടുവിലായിരിക്കുന്നവർക്കായി, എല്ലാവരെയും ആവശ്യങ്ങൾക്കായി, ആഗ്രഹങ്ങൾക്കായി സ്തോത്രം. എല്ലാത്തിനും മറുപടി അയക്കണം. ഏത് പ്രസ്ഥാനത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവിന് എല്ലാ വിലയേറിയ ദാസിദാസന്മാരെയും കരങ്ങളിൽ ഏൽപ്പിക്കുക. ആ നേതൃത്വം കൊടുക്കുക. അതിൻ്റെ ദാസന്മാരെ ദൈവകൃപയിൽ നിർത്തിക്കൊള്ളണം. ഞങ്ങൾ ഏറിയ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവമായിരിക്കുന്ന പോലെ ആക്കുന്ന പോലെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ താൽക്കാലികമായി പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പരസ്പരം പ്രാർത്ഥനയിൽ ഓർത്ത് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെ. നീതിയുള്ള ദൈവം അത് ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള പുണ്യനാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധനാമപ്പെടണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ ഉപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതോത്സാഹവും പ്രിയരെ നാം എല്ലാവരുടെ മേലും ഇന്ന് വചന ശുശ്രൂഷദാസനോടും മധ്യസ്ഥ പ്രാർത്ഥന നേതൃത്വം കൊടുത്ത പൈതലോടും താവേ തുടർന്നുള്ള അടിയങ്ങളുടെ ജീവിതയാത്രയിലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.